ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സച്ചി, ഡോക്ടർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻസിഡന്റിനെ തുടർന്ന് അർച്ചനയുടെ ഡെലിവറി പ്രിമച്ചുർ ആയത്. സോ അർച്ചനയുടെ യൂട്രസിന് ചില മൈന്യൂട്ട് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഒരു ലോങ് ജേർണി പോയിട്ട് തിരിച്ചു വന്ന ആളാ. ഞങ്ങളെല്ലാരും പേടിപ്പിച്ചു കളഞ്ഞു കേട്ടോ. സച്ചിൻ എല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ മരിച്ചു എന്ന് കരുതിയേ എല്ലാവരും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നൊക്കെ പോയല്ലേ. ദൈവത്തിന്റെ ഗ്രേറ്റ്നസ് അല്ലാതെ ഇതിനൊക്കെ എന്താ പറയാ. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ സ്ഥലത്ത് നിന്ന് ഒരു പുനർജന്മം. ഇവൾക്ക് അങ്ങനെ മരിക്കാറൊന്നും ആയിട്ടില്ല ഡോക്ടറെ. അല്ലെങ്കിലും ഞാനും കുഞ്ഞുങ്ങളും ഇല്ലാതെ ഇവൾ ഒറ്റയ്ക്ക് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ബോറടിക്കില്ലേ? അവസാനം ദൈവത്തിന് പോലും അതൊരു ബുദ്ധിമുട്ടാവും. അത് മനസ്സിലാക്കിയപ്പോ പുള്ളിക്കാരൻ കൊണ്ടുപോയ ജീവൻ തിരിച്ചു തന്നിട്ടങ്ങ് പോയി. അത് മാത്രമല്ല, സച്ചിയുടെ പ്രാർത്ഥന ദൈവം കേട്ടുകാണ്. കുഞ്ഞിനെ കുറച്ചു ദിവസത്തേക്ക് ഇൻക്യുബേറ്ററിൽ വെക്കണം. അത്രയും ദിവസം തന്നെ അർച്ചന ഇവിടെ കിടക്കേണ്ടി വരും. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നൗ ഷീസ് ഓൾ റൈറ്റ്. പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ ചില കുഴപ്പങ്ങൾ സംഭവിക്കാം. അതായത് ഈ ബ്രീത്തിങ് പ്രോബ്ലംസ്, ചില കാർഡിയാക് പ്രോബ്ലംസ്, ചിലപ്പോ ശരീരത്തിൽ മഞ്ഞ നിറം ബാധിച്ചേക്കാം. ഭാവിയിൽ അതൊന്നും ഉണ്ടാവാതിരിക്കാനാ ഇപ്പൊ കുറച്ചു ദിവസം ഇൻക്യുബേറ്ററിൽ വെക്കുന്നത്. അപ്പോ കുഞ്ഞിന് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഏയ് നോ, അങ്ങനെ ഒരു പ്രോബ്ലം ഈ ബേബിക്കില്ല. കുറച്ചു ദിവസം കൊണ്ട് എല്ലാം ശരിയാവും. അതുവരെ അർച്ചന ഇവിടെ തന്നെ വേണ്ടി വരും. അത് കഴിഞ്ഞ് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുമിച്ച് വീട്ടിൽ പോവാം. അത് സാരമില്ല ഡോക്ടർ. എത്ര നാൾ വേണമെങ്കിലും ഞങ്ങളിവിടെ കഴിയാം. അർച്ചനയും മോളെയും ഡോക്ടർ എനിക്ക് തിരിച്ചു തന്നല്ലോ. ഡോക്ടർ, എന്റെ മോള്, അവൾക്ക് പാല് കൊടുക്കാനൊക്കെ. അതിനെക്കുറിച്ച് ഓർത്ത് അർച്ചന ടെൻഷൻ ആവണ്ട. കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ വേറെ ആളുണ്ട്. അവരതൊക്കെ ചെയ്തോളും. ഡോക്ടറോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതൊന്നും ഡോക്ടർമാരുടെ മിടുക്കല്ല, എല്ലാം സംഭവിക്കുന്നതാ. ഡോക്ടർമാർ എപ്പോഴും ലൈഫിന്റെ കെയർ ടേക്കർമാരാ, അല്ലാതെ ഉടമസ്ഥരൊന്നും അല്ല. അതിനൊക്കെ മുകളിൽ വേറെ ആളുണ്ട്. അപ്പൊ ശരി, ഞാൻ പോട്ടെ. അധികം സംസാരിക്കണ്ട കേട്ടോ. ഡോക്ടർ, എന്താ എന്താ അർച്ചന? ഡോക്ടർ, എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. എനിക്ക് അവളെ ഒന്ന് കാണാൻ കൊതിയായിട്ടാ. സമയാവട്ടെ, കാണാം. ഞാൻ തന്നെ കൊണ്ടുവന്ന് കാണിക്കാം, പോരെ? സച്ചി, ഒരു മിനിറ്റ് ഒന്ന് വരൂ. പോയിട്ട് വരാം. എന്താ ഡോക്ടർ, അർച്ചനയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടാവാതിരിക്കാനുള്ള ചില മുൻകരുതലുകളെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. സച്ചിയാണത് മനസ്സിലാക്കേണ്ടത്. സർജറി കഴിഞ്ഞ് അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടു. എങ്കിലും അപകടനില പൂർണ്ണമായിട്ടും തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല. എനിക്കറിയാം ഡോക്ടർ, ഞാൻ ശ്രദ്ധിച്ചോളാം. പ്രഗ്നൻസി പീരീഡ് കംപ്ലീറ്റ് ആയൊരു സ്ത്രീ പ്രസവിക്കുന്നത് പോലെയോ സർജറി ചെയ്ത് കുഞ്ഞിനെ എടുക്കുന്നത് പോലെയോ അല്ല അർച്ചനയുടെ ഡെലിവറി സംഭവിച്ചിരിക്കുന്നത്. കുഞ്ഞിന്റെ അമ്മയുടെ ലൈഫില് ഒരുപാട് കരുതലുകൾ ആവശ്യമാണ്. നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്തൊരു കുട്ടി കൂടെ ഉണ്ടല്ലേ? അതെ ഡോക്ടർ.
2 കുട്ടികളുള്ള ഹാപ്പി ഫാമിലി. വെരി നൈസ്. സച്ചി, ഡോക്ടർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാ ഒരു ഇൻസിഡന്റിനെ തുടർന്ന് അർച്ചനയുടെ ഡെലിവറി പ്രിമച്ചുർ ആയത്. സോ അർച്ചനയുടെ യൂട്രസിന് ചില മൈന്യൂട്ട് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അതൊന്ന് ക്യൂർ ആവാതെ ഇനിയൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കരുത്. ഒരു കുഞ്ഞിനെ തരണമെന്ന് ഞങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചു. ഇപ്പോ അർച്ചന ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ദൈവം മറ്റൊരു കുഞ്ഞിനെയും ഞങ്ങൾക്ക് തന്നു. ഇത് മതി. ഡോക്ടർ പറഞ്ഞതുപോലെ ഞങ്ങൾ വളരെ ഹാപ്പിയാ. പിന്നെ ഉടനെ തന്നെ അർച്ചനയെ റൂമിലേക്ക് മാറ്റും. പിന്നെ ബന്ധുക്കളൊക്കെ ഒരുപാട് കാണാൻ വരും. വിസിറ്റേഴ്സിനെ സ്ട്രിക്റ്റ് ടൈം റെസ്ട്രിക്ട് ചെയ്യണം. അർച്ചനയുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറവായതുകൊണ്ട് ഇൻഫെക്ഷന്റെ സാധ്യത വളരെ കൂടുതലാണ്. സച്ചിയാണ് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. എന്റെ അർച്ചനയ്ക്കും കുഞ്ഞിനും വേണ്ടി ഞാൻ എന്റെ ജീവൻ വേണമെങ്കിലും കൊടുക്കും. എന്നാ പിന്നെ സച്ചി ചെല്ല്, ഞാൻ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വരാം. ആ ശരി. ലക്കി മാൻ. എന്റെ എക്സ്പീരിയൻസില് ഇങ്ങനെ ഒരു കേസിലും അമ്മയും കുഞ്ഞിനെയും ഒരുമിച്ച് തിരിച്ചു കിട്ടിയിട്ടില്ല. സോ ഹീസ് വെരി ലക്കി. സിസ്റ്റർ, റൂം നമ്പർ 105 എവിടെയാ? ഫസ്റ്റ് ഫ്ലോറിലാ. താങ്ക്സ്. മതി സച്ചേട്ടാ. ആ അത് പറ്റില്ല. ഈ കഞ്ഞി മുഴുവനും കുടിക്കണം. ഇപ്പൊ ഇത്ര മതി, ബാക്കി ഞാൻ കുറച്ച് കഴിഞ്ഞ് കുടിച്ചോളാം. ഇപ്പൊ താൻ അങ്ങനൊക്കെ പറയും. അല്ല, ഞാൻ കുടിച്ചോളാം. ആ ഉറപ്പാണല്ലോ? ഉറപ്പ്. ലക്ഷ്മിയോ? വാ. ലക്ഷ്മി നേരത്തെ ഒരു ദിവസം വന്നിരുന്നു. അന്ന് പക്ഷെ തന്നെ കാണാൻ പറ്റിയില്ല. പക്ഷെ അന്ന് ദൂരെ നിന്നിട്ടാണെങ്കിലും ഞാൻ മോളെ കണ്ടു. ഇത് പെരുവണ്ണാപുരത്തെ ഉണ്ണിക്കണ്ണന്റെ പ്രസാദോ? അർച്ചനയ്ക്കും കുഞ്ഞിനും വേണ്ടി ഞാനവിടെ ഒരു വെണ്ണയും നേർന്നിരുന്നു. കഴിച്ചേക്കണേ.